മോളെ നമ്മുടെ ഉഴിച്ച് സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അകത്തേക്ക് പോ. Excuse me. This is Dara. This is Tirmal Kendra. You go and watch. Okay? Okay, come on. ദേ ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. വലിക്കല്ലടോ. ഇത് സായിപ്പ് എത്തിയില്ലാന്ന് പറഞ്ഞ കഴുത്ത കയറാൻ വന്നേക്കരുത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസിന് ആയിരം ചൂടെ അങ്ങോട്ട് കളിച്ചാൽ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ കഥകളിക്ക് വല്ല പ്രശ്നമുണ്ടോ? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ അതിനെന്താ നിന്ന് കരണേ? ആരെവിടെ കരഞ്ഞേ? കരച്ചിലും പിടിച്ചിട്ട് എളിക്കാക്കണ്ട. സായിപ്പുമാര് നിക്കണം പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഈ കഥകളി തന്നെ വേണോ? വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. എല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്ത് മാങ്ങണ്ടിയാണോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ. Stop it. Namaste. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. സായിപ്പേ, no സായിപ്പേ. This is കഥകളി. 20 years കഥകളി. 20 years Kathakali? Yes. എന്റെ അമ്മേ, എന്തേടി? ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ Don't do that again. Mansalai? മലയാളം അറിയാലേ? മതാമല്ലേ ഇത്? ഇവക്ക് പാണ്ട. സായിപ്പേ പോകല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. അവിടെ നിക്കോ? Okay, go, go. അവിടെ നിൽക്കുന്നു. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? അത് കൂടെ കളിക്കത്തെ കുഴപ്പമുള്ളു. പലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയണോ കുട്ടി പിശാചേ? എവിടെ നായരെവിടെ? ഇവിടെയുണ്ട്. എവിടെയുണ്ട്? ഇവിടെയുണ്ടെന്ന്. എവിടെയുണ്ട് വിളിക്കാനാ പറഞ്ഞത്? നായരല്ലേ ഇത്? ആ, ഞങ്ങൾ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. Come on, search. That way. അതെ, തിരക്ക് കൂട്ടല്ലേ? ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഇതെന്താ നിലാപത്ത് അഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാം. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. അടിയും കൊണ്ട് എന്റെ പൊന്ന് സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? പറയില്ലല്ലേ? പെണ്ണെ, പേടിക്കണ്ട, വരും ഓഫീസിൽ തന്നെയാ സെർച്ച്. നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ. ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പിരികേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാം. താനെന്തോടെ മരിച്ചത് പറയാൻ പോവാ? അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ, കവലയിലേക്ക് വാ. ഇപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ, അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ.
എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരെ നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താളേ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺവാണിപ്പം. എന്റെ നായരെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി. പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം. എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി, ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്. എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു? എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകെ ഒരു മോളാണ്. ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണിക്കരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. കണക്ക് പിഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലിനോട് അനുഗ്രഹം വാങ്ങിക്കാം. കൊടുത്താൽ നേരെ അനുഗ്രഹം കൊടുക്കുന്നത്. ഇയാള് അമ്മേ ഭഗവതി, എന്തായാലും ഇത് കലക്കി. കൊടുകൈ, പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ആ കൈ വിട്ടേ. നായര് വിഷമിക്കണ്ട. നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബഡാഖാന. ഇതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? പുഴയോരത്ത് എന്റെ പേരിൽ 15 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ? സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം. പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി. ഇത് പട്ടാള ക്യാമ്പാ. ഇവിടെ പ്രസംഗം വേണ്ട. പൊന്നാരിമംഗലം അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ? അതെ. എങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗലം രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ്. ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചംചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ മൊയ്തീനെ പറയും, ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത്? പടച്ചോനാണ്. സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ പിലാക്കണ്ടി? എന്റെ പൊന്ന് സാറുമാര് അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെന്റെ വീട്ടിൽ വന്നത്. അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത്? എനിക്കറിയില്ല സാറേ. അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുപരിച്ചിട്ടുണ്ട്. അവരെന്തിനാ തന്നെ കാണാൻ വന്നത്? ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തു. എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു. പിന്നെ പാർട്ടി യൂത്ത് വിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശയാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ കണ്ടാ താൻ തിരിച്ചറിയോ? അറിയാം സാർ. അതിലൊരുത്തൻ ഹിന്ദിക്കാരനാ. ചോദിച്ചപ്പോ ഹൈക്കമാൻഡിൽ നിന്നാണ് പറഞ്ഞേ. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പുഴയോരത്ത് സ്ഥലം വാങ്ങിയത് അവരായിരിക്കണം.
അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല. സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. വളരെ അപകടകരമായൊരു ഉദ്ദേശം. അന്ന് പുഴയിൽ മീൻ ചത്ത് പൊങ്ങിയത് നഞ്ച് കലക്കിയത് കൊണ്ടല്ല. ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളിലും സയനൈഡിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു. തന്നെയുമല്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം. എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടിയുണ്ടാവും. ഇത് വെക്കോളൂ. തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയായിരിക്കണം ഇതിന്റെയും പിന്നിൽ. പക്ഷേ സാർ, ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് അവരതിന് തയ്യാറാവോ? സായുധമായ ഒരു അറ്റാക്കല്ല, കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ. കണ്ട നന്നായി. കാണാതെ പോകേണ്ടി വരുന്ന വിചാരിച്ചേ. ഞാൻ നാട്ടിലേക്ക് പോവാ. എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഉണ്ടാവും എൻ്റെ അവിടെ. അമ്മയ്ക്ക് വിമലയെ കാണുന്നുണ്ട്. അല്ലേ? ഒന്ന് വേഗം ആറട്ടെ. ആരെങ്കിലും കണ്ടാ എന്റെ കച്ചവടം അതോടെ തീരും. കണ്ടല്ലെങ്കിൽ ചെത്ത് കാറിലും ഞാനും എന്റെ വിഷുവിനാണെന്ന് പറയണോ? ഈ വിഷുവിൻ ആരാ കരുതി പോണോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? കൃഷ്ണപുരം ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്കൊന്ന് മുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് ഇതുപോലെ നല്ലതൊന്നും കിട്ടാതെ വന്നപ്പോ കൊട്ടുകൂടി പേരുണ്ട് മൂല വെട്ടി വായിച്ചടിച്ച് ബോധം വന്നപ്പോ കയ്യില് സസ്പെൻഷൻ ഓർഡർ. എന്റെ ജോലി ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ കുമാരനിവിടെ ഒരു മദ്യപ്പുഴ ഒഴുക്കും. ചേട്ടൻ ഇതങ്ങോട്ട് വലിച്ചേ. ഇനി ചേട്ടൻ എന്തിനാ ജോലി? കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളല്ലേ? സാധനമുണ്ടോ? സാധനോ? എന്ത് സാധനം? ഞാൻ ആ പരിപാടിയൊക്കെ എന്നെ നിർത്തി സാറേ. പേടിക്കണ്ട, കുഴപ്പത്തിനല്ല. അത് ശരി, ഭാരതപ്പുഴയിലേക്ക് മണൽ ഇറക്കുക. എന്താ? അല്ല, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനത്തെ കുപ്പിയും കാലിയായി സാറേ. मैं सच बोलता है, कल मैं दे दूंगा, जरूर दे दूंगा. ഹലോ, യെസ്. തന്നെയല്ല വിളിച്ചത്. ഞങ്ങളുടെ നാടിന്റെ വരുമാനെ പട്ടാള വരുമാൻ. വരുമാൻ സാറിന് കുടിക്കാൻ കിട്ടാതെ പൊന്നാരിമെങ്കിൽ താരും കുടിക്കില്ല. ഈ ഞാൻ പോലും. സാർ ഇറങ്ങി വന്നാട്ടെ. വരണം സാർ. താഴോട്ടിറങ്ങിയാൽ പുഴക്കരയിൽ നല്ല കാറ്റുകൊണ്ടിരുന്ന് വീശാം. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ സോങ് കിട്ടുകയല്ല. വരണം, പെട്ടെന്ന് പോവാം. മുസാഫിർ ഹോ യാരോ നഗർ ഹേ നാ ഠികാനാ മുझे സത്യം പറയാല്ലേ, നിങ്ങൾ ഈ നാടിന് പറ്റിയ വരുമാൻ തന്നെ വെന്നി സാറേ. പക്ഷെ മറ്റവനുണ്ടല്ലോ അച്ചറ്റ പട്ടര്, അവൻ നാറിയ ചതിയനാ. താൻ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ പട്ടാഭി സാറിനെ തൊട്ടുള്ള കളി വേണ്ട. എന്താ പ്രശ്നം? സാർ, കേണലും മറ്റും ക്യാമ്പിലെത്തിയിട്ടുണ്ട്. സാർ എത്തിയാലുടനെ കൊണ്ടുവരാൻ അയച്ചതാ. പിന്നില്ല അവിടെ. ബെന്നി സാർ അപ്പച്ചന് സുഖമില്ലാന്ന് ടെലഗ്രാം വന്ന് പോയിരിക്കുക. മേജർ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും നമ്മുടെ റെജിമെന്റിനും അറിയാം. പക്ഷേ ഹയർ ഫോർമേഷനും ജാക്ക് ബ്രാഞ്ചിനും അത് അറിയില്ല. നിങ്ങളുടെ ഈ സൈലൻസ് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ സഹോദരൻ വിശ്വനാഥന്റെ കംപ്ലൈൻസിനെ സത്യമാക്കും. സോ യു ഹാവ് ടു സ്പീക്ക് നൗ. മേജർ, ഇപ്പൊ ഇവിടെയും നിങ്ങൾക്കെതിരെ പുതിയ കംപ്ലൈന്റ് ഉണ്ട്. ഒരു സിവിലിനെ കസ്റ്റഡിയിലെടുക്കുക, അതും യാതൊരു ലീഗൽ പ്രൊസീജിയേഴ്സും നോക്കാതെ. എന്നിട്ട് അയാൾ മിസ്സാവുക. കേട്ടില്ലേ പുറത്ത് ആളുകളുടെ ബഹളം? മേജർ, അന്നത്തെ എൻകൗണ്ടറിൽ വാട്ട് റിയലി ഹാപ്പൻ ബിറ്റ്വീൻ യു ആൻഡ് ക്യാപ്റ്റൻ നന്ദകുമാർ? ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി വാണ്ട് ടു നോ. വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ? I just don't have any explanation. I only killed Captain Nandakumar. ഈ കൈ കൊണ്ടാണ് കൊന്നത്. Is that enough for you?
Now you can take action. That's all from my side. കൂൾ ഡൗൺ, ജസ്റ്റ് കൂൾ ഡൗൺ. ഞങ്ങൾ താങ്കളെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ വേണ്ടി വന്നതല്ല. ബട്ട് ഡു യു നോ ദ കോൺസിക്വൻസസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ടു മീ ജസ്റ്റ് നൗ? യു മേ ഈവൻ ഫേസ് എ കോർട്ട് മാർഷൽ. I know the consequences. But my statement stands still. Oh. If that is the case, get ready for a long journey. നാളെ നമ്മൾ ഇവിടെ വിടുകയാണ്. From now onwards, you are under close arrest. എന്താണോ അതൊക്കെ? ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കേണലും ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട് കോർട്ട് ഓഫ് എൻക്വയറിക്ക്. വിമലയുടെ ഭർത്താവ് നന്ദകുമാറിനെ കൊന്നത് പട്ടാഭി സാറാണ്. സാറ് കുറ്റം സംബന്ധിച്ചു. ഇപ്പൊ ക്ലോസ് അറസ്റ്റില്ല. അതിനിടയിൽ ആ മൊയ്തു പിലാക്കണ്ടേ കാണാനില്ല, വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും. നിർത്ത. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. മൊയ്തു ഇവിടെ ഇല്ല. അത് ഞങ്ങൾക്കറിയാം. അവനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ? ആവശ്യം പറയരുത്. മൊയ്തുവിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള സത്യം തന്നെയാ. ചോദ്യം ചെയ്ത് പിറ്റേ ദിവസം തന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അയാൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അവര് ബഹളം വെക്കും സാർ. ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ ഭർത്താവിനെയാ. അതിന്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരാളെ കൊല്ലാനും പിന്നെ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഒരു മനസാക്ഷി കുത്തൂല്ലാതെ വന്നു നിൽക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അറിയാം. എവിടെ നിങ്ങളുടെ പട്ടാഭി സാറ്? എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തിനാ നന്ദുവിനെ കൊന്നെന്ന് എനിക്കറിയണം. ഇങ്ങനൊരു മഹാപാവം ചെയ്തിട്ട് എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് എനിക്കറിയണം. ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന് എനിക്ക് അയാളോട് ചോദിക്കണം. വിമല കേട്ടതൊക്കെ ശരിയാണ്. പക്ഷെ കേൾക്കാത്ത കുറെ ശരികൾ കൂടിയുണ്ട്. അതുകൂടെ കേട്ടിട്ട് പോയാൽ മതി. സോറി സർ. ഞാൻ നമ്മുടെ പീറ്ററേമാരും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സർ. റിലാക്സ്, റിലാക്സ്. ഇന്ന് പീറ്റർ ആണെങ്കിൽ നാളെ നീയോ ഞാനോ ആകാം. അത് പട്ടാളക്കാരന്റെ വിധിയാണ്. നാടിനു വേണ്ടി കൊല്ലാനും ചാവാനും പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. രാജ്യത്തിന്റെ ശത്രുക്കളെ കൊല്ലുമ്പോഴേ നമ്മൾ ധീരന്മാരാവുന്നുള്ളൂ. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കൊല്ലുമ്പോൾ നമ്മൾ കൊലപാതകളെ ആവുന്നുള്ളൂ. നീ ധീരനായ ഒരു പട്ടാളക്കാരനാണ്. മറ്റുള്ളതെല്ലാം മറക്കണം. മറന്നേ പറ്റും. ബി ബ്രേവ്.
सब लोग यहाँ से अल्फा लोकेशन पहुंचो, जल्दी 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 चलो। തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അറ്റാക്ക്. കോളനിക്കുള്ളിൽ വെച്ച് അവരത് ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഞങ്ങളുടെ സൈഡിൽ ഒരുപാട് പേര് മരിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇന്റലിജൻസ് സോഴ്സ് റിപ്പോർട്ടിൽ വന്നൊരു പിഴവ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആയുധങ്ങളും ആളുകളും അവരുടെ സൈഡിലുണ്ടായിരുന്നു. വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ച് ഞങ്ങൾ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. पेट का ऊपर वाला देखो, चल कम ऑन, लेके जाओ जल्दी जल्दी। संभाल कर हाथ पकड़ के चलो। नंदू 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 रोल अप। नंदू नंदू रोल 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 नंदू रोल। नंदू Come on. സമയങ്ങളുണ്ട്. ബെന്നി കൊണ്ട് പൊക്കോ, ബെന്നി കൊണ്ട് പൊക്കോ, 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 പൊക്കോ സാർ. സാർ
പൊക്കോ, എനിക്ക് വേണ്ടി സമയം കളയണ്ട. എന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് രക്ഷപ്പെട്ടേക്ക്. പൊക്കോ, പൊക്കോ സാർ, പൊക്കോ, പൊക്കോ. ഇനി അധികം സമയം ഞാൻ ജീവിച്ചിരിക്കില്ല. കൈ കിട്ടി അവരെന്നെ പെട്ടി നിർക്കും. എന്നെ കൊന്നു വന്നേക്കും സാർ. സാർ പ്ലീസ്, സാർ പ്ലീസ്, സാർ ഷൂട്ട് മീ, സാർ ഷൂട്ട് മീ. നന്ദുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയായിരുന്നു അത്. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇനി വിമല സാറിനെ കാണണം. അനിവാര്യമായി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും സത്യം അറിഞ്ഞ വിമലയുടെ മുഖം സാറിന് ഒരു ആശ്വാസമായിരിക്കും. ചെല്ലേ. സാർ, സാർ, ഹീസ് മിസ്സിംഗ്. പട്ടാഭി സാറേ, പട്ടാഭി സാറേ, പട്ടാഭി സാർ എവിടെയാ? ബെന്നി സാറേ, പട്ടാഭി സാർ എവിടെ? പട്ടാഭി സാർ എവിടെ? എന്താണോ എന്തുപറ്റി? സാർ എവിടെയാ? താ കാര്യം പറ. പട്ടാഭി സാർ അന്ന് സംശയിച്ച് സത്യ. എന്നെ അന്ന് കാണാൻ വന്ന ഒരു കുഴപ്പക്കാരൻ തന്നെയാ. എന്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചതും തലപ്പാറശ്ശേരിൽ കുഴപ്പമുണ്ടാക്കിയതൊക്കെ അവരാ. നാളെ കൃഷ്ണപുരം അമ്പലത്തിലെ ഏകദേശിയാ. ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ ടാങ്കിന്റെ വെള്ളം സപ്ലൈ ചെയ്യണേ. ഇന്ന് രാത്രി വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കാൻ അവർ പരിപാടി ഇട്ടിരിക്കുക. എന്നെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരാ. ഉടനെ അവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഏകദേശിക്ക് വരുന്ന 10,000-കണക്കിന് ആളുകൾ മരിക്കും. അതിന്റെ പേരിൽ നാട് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാവും. അത് തന്നെ അവരുടെ ഉദ്ദേശം. പട്ടാഭി സാർ എവിടെ?
തകർക്കരുത്. അടുത്ത ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊട്ടി തകരും. തകർക്കടാ, തകർക്ക്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നീ ഇതിനകത്ത് കലക്കിയിരിക്കുന്ന വിഷം കഴിച്ച് 10,000 മരിക്കരുത്. അവരുടെ മരണത്തിന്റെ പഴിവേറി പിന്നെയും 10,000 തമ്മിൽ തല്ലി ചാകരുത്. അതുകൊണ്ട് നീ ഇത് തകർക്കണം. തകർത്തേ തീരൂ. എന്തേ പറ്റുന്നില്ലല്ലേ? തകർത്താൽ നിന്റെയും നിന്റെ ആളുകളുടെയും പദ്ധതി നടക്കില്ല. അതുകൊണ്ട് നീ തകർക്കില്ല. പക്ഷേ ഞാൻ തകർക്കും. എനിക്ക് തകർത്തേ പറ്റൂ. എന്ത് എന്താടാ ഇത്? എന്നായാലും അറിയേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ നന്നായെന്ന് വിചാരിച്ചാൽ മതി. വിഷമിക്കണ്ടാ. നീ വിചാരിക്കുമ്പോൾ അത്ര വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഓൺലി എ ഫോർമാലിറ്റി. എന്ന് വിചാരിച്ച് വെള്ളോടി നിർത്തുകയൊന്നും വേണ്ട. 2 എണ്ണം അടിച്ചില്ല പിന്നെ നീ എന്തിനും ഉള്ളടാ. പക്ഷേ ഒരു ലിമിറ്റ് വേണം കേട്ടാ. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ വേണം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. ഇത്തവണ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചതാ. പാവം, നീ ഇടയ്ക്ക് അമ്മയിപ്പോ ഒന്ന് കാണണം. കരയല്ലേ? വന്നത് നന്നായി. പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിമലയുടെ മുന്നിൽ നാടകം കളിച്ചതും എല്ലാം മറച്ചു വെച്ചതും ശിക്ഷ ഭയന്നോ കുറ്റബോധം കൊണ്ടോ അല്ല. ധീരനായിരുന്നു നന്ദു. അവന്റെ വീരമരണം ദയാവധമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാ. നന്ദുവിന്റെ വിധവയാണ് വിമലെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഒരു ദുരന്തത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന വിമലയെ കണ്ടപ്പോൾ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. കാലം 6 മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കുറ്റവിമുക്തിയുടെ പുണ്യസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാഭിരാമന് പുതിയ കർമ്മകാണ്ഡത്തിലേക്ക് യാത്ര തുടരേണ്ടി വന്നു. അകലെ തന്നെ കാത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ഭൂമികയിലേക്ക് പുറപ്പെട്ട അയാൾക്ക് നെഞ്ചുരുകി യാത്രാമൊഴി പറഞ്ഞു പൊന്നാരിമംഗലം.